ഈ ട്രോൾ ചെയ്യുന്ന ആൾക്കാർക്കും ട്രോൾ ഉണ്ടാക്കുന്നവർക്കും എല്ലാവർക്കും ഈ വീഡിയോ ഇട്ട എല്ലാവർക്കും അതാണ് വേണ്ടത്. ഡു യു വാണ്ട് മീ ടു ഡൈ? ഇഫ് യു വാണ്ട് ദാറ്റ് ടെൽ മീ, എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി. ഓ, നമ്മൾ പറഞ്ഞ ഉടനെ പുള്ളിക്കാരി വാണ്ട് ടു ഡൈക്ക് റെഡിയാണ്. ഈ പുള്ളിക്കാരി ആരെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അർജുൻ എം പി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, നമ്മളെ മാസിലുള്ള മറ്റേ ഫുഡൊക്കെ ചെയ്യുന്ന യൂട്യൂബർ. പുള്ളിക്കാരന്റെ ഒരു വീഡിയോയിൽ ഈ പെൺകുട്ടി പ്രത്യക്ഷപ്പെട്ടു. ഇതിന് മുമ്പും കുറെ വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്, ഈ വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ടു. ആ പ്രത്യക്ഷപ്പെട്ടതുമായിട്ട് ബന്ധപ്പെട്ട് ഈ പുള്ളിക്കാരിക്ക് ഒരുപാട് നെഗറ്റീവ് വന്നു, നെഗറ്റീവ് കമന്റുകൾ വന്നു. ഈ നെഗറ്റീവ് കമന്റുകൾ വരാനുള്ള കാരണം എന്താ? നമ്മൾ അവിടെ വെച്ച് എടുത്ത ആറ്റിറ്റ്യൂഡ് പ്രകാരം നമ്മൾ ഓരോന്ന് കാട്ടിക്കൂട്ടിയിട്ട് ഒരുത്തിന്റെ ചാനൽ റീച്ച് ഉണ്ടാക്കാൻ പോയിട്ട് അതിനുശേഷം ഡു യു വാണ്ട് ടു മീ ടു ഡൈഡ് എന്നൊക്കെ ചോദിക്കുന്നത് കാര്യമുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും അർജുൻ എം പിയുമായിട്ട് ബന്ധപ്പെട്ട കോൺട്രവേഴ്സിയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ കൂടുതലായി എടുപ്പിക്കുന്നില്ല. നമ്മൾ ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ലൈക്ക് ഷെയറും കമന്റും എല്ലാം ചെയ്യുക കേട്ടോ. കൂടുതലായി എടുപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അർജുൻ എം പി അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അർജുൻ എം പി അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ള ഒരു യൂട്യൂബറാണ്. ഈ അർജുൻ എം പിയുടെ ഒരു സെറ്റപ്പ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളിക്കാരന് ഇപ്പൊ ഒരു വീഡിയോ പബ്ലിഷ് ചെയ്തു ഒരു 3-4 ദിവസം മുമ്പ്. ഈ വീഡിയോക്കകത്ത് പറയുന്ന സംഭവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 4-5 പെൺകുട്ടികളെ ഇങ്ങനെ നിരത്തി നിർത്തും. ഈ 4-5 പെൺകുട്ടികളെ നിരത്തി നിർത്തിയിട്ട് ഓരോ പയ്യന്മാരെ അകത്തോട്ട് വിളിക്കും. എന്നിട്ട് ഈ പയ്യന്മാരോട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കും. ഈ പെൺകുട്ടികളുടെ എല്ലാം ഹൃദയത്തിന്റെ രൂപമുള്ളൊരു ബലൂൺ ഉണ്ട്. ഈ പയ്യന്മാരോട് ചോദ്യം ചോദിക്കുമ്പോഴത്തേനും, നിനക്ക് ഇതിനു മുമ്പ് കാമുകി ഉണ്ടായിരുന്നോ? കാമുകി ഉണ്ടായിരുന്നു. ആ കാമുകിയായിട്ട് ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ടോ? കാമുകിയായിട്ട് കോണ്ടാക്ട് ഉണ്ടോ? അപ്പൊ ഇത് കേൾക്കുമ്പോൾ ഈ ബലൂൺ ഇവർ ഞെക്കി അങ്ങ് പൊട്ടിക്കും ഈ പെൺകുട്ടികൾ. ദാറ്റ് മീൻസ് ഈ ചെറുക്കനുമായിട്ട് മാച്ച് ചെയ്യാൻ, ഡേറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. ഇങ്ങനെ ലാസ്റ്റ് പൊട്ടാതെ ഏത് ബലൂൺ നിൽക്കുന്നോ ആ പെൺകുട്ടി ഇവനെ കൂടെ മാച്ച് ചെയ്ത് വിടും. അതായത് നമ്മുടെ ഡേറ്റിംഗ് ആപ്പ് പൊളിച്ച് ചെയ്യുന്ന സാധനങ്ങൾ, ഫ്രണ്ട് ആപ്പ് പൊളിച്ച് ചെയ്യുന്ന സാധനങ്ങൾ പുള്ളിക്കാരൻ ഇച്ചിരി പബ്ലിഷ് ആയിട്ട് ചെയ്യുന്നു. കുറച്ചും കൂടെ ലളിതമാക്കി പറഞ്ഞ പരിപാടി ചെയ്യുന്നു. ഇതിനെ ചൊല്ലി ഒരുപാട് കോൺട്രവേഴ്സികൾ ഉണ്ടായി. ഈ ആൺകുട്ടികളെ സപ്പോർട്ട് ചെയ്തിട്ടും പെൺകുട്ടികളെ എതിർത്തുമൊക്കെ സാധനങ്ങളുണ്ടായി. അപ്പൊ നമുക്ക് ഇതിനകത്ത് നമ്മളിപ്പോ ആദ്യം ഇൻട്രോയിൽ കണ്ട പെങ്കൊച്ചില്ലേ, ഈ പെങ്കൊച്ചു ഒരു അരഗന്റ് ഫേസ് ആണ് കാണിച്ചത്. അപ്പോൾ ഈ പെങ്കൊച്ചിന് എന്താണ് സംഭവിച്ചത് നമുക്ക് ആദ്യം കാണാം. ആദ്യം ഒരുത്തം വരുമ്പോൾ സംസാരിക്കുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ട് നോക്കാം. എന്റെ കൺസേൺ അല്ല. ഇപ്പൊ എനിക്കൊരു റിഗ്രറ്റ് ഉണ്ടായിരുന്നു, ഞാൻ പെട്ടെന്ന് പിടിച്ചു. ഇപ്പൊ മാർക്കറ്റിംഗ് ഒന്ന് പറഞ്ഞ് രണ്ടിനെ ബലൂൺ അങ്ങ് പൊട്ടിച്ചു. പിന്നെ എന്തോ പറഞ്ഞപ്പോഴത്തേനും ബലൂൺ പൊട്ടിച്ചു. എനിക്കൊരു റിഗ്രറ്റ് ഉണ്ടായിരുന്നു, ഞാൻ പെട്ടെന്ന് പൊട്ടിച്ചു. ഇപ്പൊ റിഗ്രറ്റ് അങ്ങ് മാറി. ഇതാണ് സെറ്റപ്പ്. ബാക്കിയും കൂടെ നമുക്ക് കാണാം. ഈ പട്ടി ഷോ ആണ് പുള്ളിക്കാരിയെ ബാക്ക് ഫയർ ചെയ്ത സാധനം. പുള്ളി ഈ വന്ന ചെറുപ്പക്കാരൻ എന്ത് ചെയ്യുന്നു ചോദിച്ചപ്പോ, ഞാൻ കുഞ്ഞു ബോഡി ബിൽഡർ എന്ന് പറഞ്ഞു. അപ്പൊ അവനോട് ബോഡി കാണിക്കാന്ന് വെച്ചിട്ട് പൊട്ടിച്ചിട്ട് പട്ടി ഷോ. ഈ പുള്ളിക്കാരിയെ താഴെ ട്രോളിക്കുന്ന മൊത്തം ഈ പട്ടി ഷോ എന്ന വ്യാജനയാണ്. വ്യാജനയല്ലോ, പട്ടി ഷോ എന്ന പേരിലാണ്. അതായത് എടാ, നിന്നെ കണ്ടിട്ട് നിനക്ക് മച്ചിലുള്ളതായിട്ട് തോന്നില്ലല്ലോടാ, ഒരു കാണിക്കണം, ആ കാണിക്കാൻ തുടങ്ങി കേട്ടോ. പട്ടി ഷോ, ഇത് പട്ടി ഷോ. ആ സെറ്റപ്പ് എനിക്ക് മനസ്സിലായില്ല. ഇപ്പൊ ഈ പുള്ളിക്കാരി എടുത്തൊരു ആറ്റിറ്റ്യൂഡ് അങ്ങനെയാണ്. ഈ പുള്ളിക്കാരി അർജുൻ എം പിയുടെ വീഡിയോസിൽ ഇതിന് മുമ്പ് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ബാക്കിയാണ്, പട്ടിഷോയുടെ ബാക്കിയാണ്. അവിടെ ഫ്ലെക്സ് ചെയ്ത് കാണിക്കാൻ പറഞ്ഞിട്ടല്ലേ കാണിക്കാതെ അവന് ഓടത്തെണ്ടി. ബാക്കിയുള്ളവർക്ക് അസൂയ ഉണ്ടാക്കാനായിട്ട് കുറെ മസിലും കൊണ്ട് ഇറങ്ങിക്കോളും. നമുക്ക് അന്നേരം ഈ സാധനം കമന്റ് ബോക്സിൽ ഒരുപാട് കമന്റുകൾ ആച്ചം പൂച്ചം വരാൻ വന്നു. അതിൻ്റെ അകത്ത് വന്നൊരു കമന്റുകൾ ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. ഗ്രീൻ ടോപ്പ് പ്രോപ്പർ ഡോഗ് ഷോ, പട്ടി ഷോ. മനസ്സിലായില്ലേ? അടുത്തത്, ആ പച്ചയിട്ടവൾ ഭയങ്കര അഹങ്കാരിയാണ്. ആ തൃശ്ശൂരിൽ നിന്ന് വന്നവൻ അവളുടെ ബലൂൺ പൊട്ടിച്ചപ്പോൾ സാറ്റിസ്ഫാക്ഷൻ. ഒരാള് ഇവളുടെ ബലൂൺ പൊട്ടിച്ചു. ഇപ്പൊ ഇവനെ പൊട്ടിക്കാത്ത 3-4 പേരുടെ ബലൂൺ ഇരുന്നപ്പോൾ അർജുൻ പറഞ്ഞു, നീ പോയി നിനക്ക് ഇഷ്ടമില്ലാത്ത 2 പെൺപിള്ളേരുടെ ബലൂൺ പൊട്ടിച്ചു എന്ന് പറഞ്ഞു പൊട്ടിച്ചു. അതാണ് അവൻ പറഞ്ഞ സാധനം. ദാറ്റ് ഗ്രീൻ ടോപ്പ് ഈസ് കംപ്ലീറ്റ്ലി റെഡ് ഫ്ലാഗ്. ഹൂ എഗ്രീസ് വിത്ത് മീ എന്ന് പറഞ്ഞിട്ടുണ്ട്. 5.2K ലൈക്കാണ് ആ സാധനത്തിന് പോയത്. അതായത് 5200 പേര് ഇവൻ പറയുന്നത് പോലെ അംഗീകരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഗ്രീൻ ഗേൾ നെക്സ്റ്റ് എപ്പിസോഡ് വേണ്ട. ഇതിന്റെ നെക്സ്റ്റ് എപ്പിസോഡ് നിനക്ക് വേണം. ശരി, ഞാൻ ഒരു ഗേൾ ആയിട്ട് പോലും ആ ഗ്രീൻ ടോപ്പിന്റെ വർത്താനം കേട്ടിട്ട് ദേഷ്യം വരുന്നു. ഇങ്ങനെ ആ ഗ്രീൻ ടോപ്പിനെ ഫോക്കസ് ചെയ്തിട്ട് ഒരുപാട് സാധനങ്ങൾ വരുന്നുണ്ട്. പുള്ളിക്കാരി അതിനകത്ത് മൊത്തം അവനൊന്നും എന്റെ മാച്ചിന് പറ്റിയവനല്ലേ, അവനെല്ലാം വരും കൂതരവൈ, ആ ഒരു സെറ്റപ്പിലാണ് പുള്ളിക്കാരി അത് മൊത്തം നിന്നത്. അപ്പൊ ഇതിനെതിരെ കമന്റ് ബോക്സിൽ ഭയങ്കരമായിട്ട് കമന്റുകൾ വന്നപ്പോഴത്തേനും ഈ പുള്ളിക്കാരി ഇതിനൊരു പ്രതികരണമായിട്ട് വന്നു. പ്രതികരണത്തിൽ അർജുൻ എം പിക്കിട്ട് ചെറുതായിട്ടൊന്ന് കൊടുത്തോന്നൊരു സംശയം ഉണ്ടോ എന്ന് കേട്ടു നോക്കാം. ഹലോ, ഞാൻ ശ്രേയ. മറ്റിപ്പോ റീസെന്റ് ആയിട്ട് അർജുൻ എം പിയുടെ വീഡിയോയില് തെറിവിളി കേൾക്കുന്ന ഒരു ക്യാരക്ടറാണ്. പിന്നെ എന്തു വേണം? വെൽക്കം ടു ദ എയർ റിപ്പോക്ക്.
അർജുൻ എം പിയുടെ വീഡിയോയിൽ കയറി വൈറലാകുക എന്ന് പറഞ്ഞാൽ അർജുൻ എം പിയുടെ വീഡിയോയിൽ കയറുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അതിനകത്ത് വൈറലായില്ലേ? ഇതിൽ കൂടുതൽ എന്ത് സൗഭാഗ്യമാണ് കുട്ടിക്ക്, ശ്രേയ ഈറ്റ്സിന്. ആ വീഡിയോയുടെ പിന്നിലെ സത്യാവസ്ഥ അറിയാതെ കംപ്ലീറ്റ് തെറിവിളിയും. പിന്നെ ഒരു വീഡിയോ വരുമ്പോഴത്തേനും കാണുന്ന പ്രേക്ഷകര് അവരുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്ന സാധനങ്ങളാണ് വാല്യുവേറ്റ് ചെയ്യുക. അതിനെ ആസ്ഥാനമാക്കിയിട്ടാണ് കമന്റുകളും കാര്യങ്ങളും എല്ലാം പറയുക. ഒരു വീഡിയോ വരുമ്പോഴത്തേനും ഇതിന്റെ പിന്നാമ്പുറ കാഴ്ചകളിൽ എന്തൊക്കെയായിരിക്കും സംഭവിച്ചിരിക്കുക? ആ കുട്ടിയോട് അങ്ങനെ ആൾക്കാർ ബിഹേവ് ചെയ്യുന്നതാണോ? നമ്മൾ പോയി നിന്ന് കൊടുത്തപ്പോൾ അർജുൻ എം പി അത് പുള്ളിയുടെ റീച്ചിന് വേണ്ടി നന്നായിട്ട് അങ്ങ് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് പണി പാളി. ഇത്ര ഉള്ള സാധനം, അതിനകത്ത് കൂടുതൽ കഥയൊന്നുമില്ല. ബാക്കിയുള്ള പെൺകുട്ടികൾക്കൊന്നും ഇത്ര ഹെയ്റ്റ് വരാത്തതിന്റെ കാരണം എന്താ? ബേസിക്കലി എനിക്ക് പരിപാടി കാണാൻ രസം ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഈ കോൺസെപ്റ്റ് ഇഷ്ടപ്പെട്ടില്ല. ഒരു 4 പെൺപിള്ളേരെ വിളിച്ചിരുത്തി ഓരോ ചെറുക്കന്മാരെ വിളിച്ച് ചോദ്യം ചോദിച്ചിട്ട് ബലൂൺ കുട്ടി പൊട്ടിച്ച് മാച്ച് ചെയ്യിച്ചു വിടുക, ഒരു തരം മാമാപ്പണിയാണ് അവിടെ നടന്നത്. പക്ഷെ കാണാൻ ഒരു ഭംഗി ഉണ്ടായിരുന്നില്ല. എനിക്ക് കോൺസെപ്റ്റ് ഇഷ്ടപ്പെട്ടില്ല. നമുക്ക് ബാക്കി കേൾക്കാം. ട്രോൾ വീഡിയോ അവരുടെ പേജ് റീച്ച് ആക്കാൻ വേണ്ടിയിട്ട് അവിടെ വന്ന് മെയിൽ കണ്ടസ്റ്റൻസിന്റെ റിക്വസ്റ്റ് പ്രകാരം ഡെയിലി ഓരോ ട്രോൾ ഇറക്കി. പേഴ്സണൽ അവിടെ വന്ന മെയിൽ കണ്ടസ്റ്റൻസിന്റെ റിക്വസ്റ്റ് പ്രകാരം ഡെയിലി ഓരോ ട്രോൾ ഇറക്കി. ഈ വന്ന മെയിൽ കണ്ടസ്റ്റൻസ് താങ്കൾ അപമാനിക്കപ്പെട്ടു, അവഹേളിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കി താങ്കൾക്കെതിരെ ഇത്രയും റിയാക്ട് ചെയ്യുക. അപ്പൊ അത്രയ്ക്കുള്ള കൊന്തളിപ്പ് നമ്മൾ അതിനകത്ത് കാണിച്ചിട്ടാന്നും കൂടെ ഓർക്കണം. എനിക്കറിയില്ല കേട്ടോ, അത് അതുള്ളതാണെന്ന് എനിക്കറിയത്തില്ല. പുള്ളിക്കാരി കുറെ സ്ക്രീൻഷോട്ടൊക്കെ കാണിക്കുന്നുണ്ട്. നല്ല രീതിയിൽ ഹേർട്ട് ചെയ്ത് ആൾക്കാർ കമന്റ് ഇടുന്ന കണ്ട് സന്തോഷിക്കുന്ന കുറെ പേരും ഈ ട്രോളെല്ലാം എനിക്ക് അയച്ചു തന്നു. എന്നിട്ട് കമന്റ് നോക്കരുത് എന്ന് പറയുകയും ചെയ്തു. അതങ്ങനെ കുറെ എണ്ണം ഈ വരുന്ന ട്രോളെല്ലാം ഈ കുട്ടിയെ അപമാനിക്കുന്ന അവഹേളിക്കുന്ന ട്രോളെല്ലാം ഈ പെൺകുട്ടിക്ക് തന്നെ അയച്ചു കൊടുത്തിട്ട് ട്രോള് കണ്ട് സന്തോഷിച്ചാൽ മതി കേട്ടോ, കമന്റ് ബോക്സ് വായിക്കണ്ടേ എന്ന് പറഞ്ഞു കൊടുക്കുന്ന നല്ലവരായ ചില നാട്ടുകാർ. കൊള്ളാം. അപ്പോൾ കുട്ടിക്കെതിരെ ആൾക്കാർ സംസാരിച്ചപ്പോഴത്തേനും ഇത്രയധികം വിഷമം ഉണ്ടായി, ഇത്രയധികം വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ കുട്ടി അന്ന് അവിടെ നിന്ന് അവന്മാരുടെ മുഖത്ത് നോക്കി പറഞ്ഞ പല പോയിന്റ്സും ശരിയാണെന്ന് ആലോചിച്ച് നോക്ക്. വട്ടിപ്പോ അതൊക്കെ ശരിയായിരുന്നോ? അപ്പൊ നമ്മൾ കൊടുത്ത കൊല്ലത്ത് മാത്രമല്ല, എനിക്കൊന്ന് നിങ്ങൾ എറണാകുളത്ത് ആലപ്പുഴയെല്ലാം കണ്ടെന്ന് തോന്നുന്നു, അവിടെയും പണി കിട്ടും. അർജുനും ആലപ്പുഴ, അപ്പൊ അവിടെയും പണി കിട്ടുമെന്ന് മനസ്സിലാക്കുക. കമന്റ് സഹിക്കാൻ പറ്റത്തില്ല ഇന്നത്തെ കമന്റ്. ആ വീഡിയോയുടെ വായിക്കണ്ട, എന്തൊരു കഷ്ടപ്പെട്ട് കമന്റ് വായിക്കുന്നേ. ഈ കമന്റ് വായിക്കുന്നതുകൊണ്ടാണ് സൈബർ ബുള്ളിങ് ഉണ്ടാകുന്നത്. നമ്മൾ ഇട്ടൊരു വീഡിയോ ആണ്, നമ്മുടെ വീഡിയോയുടെ താഴെയാണ് ഇത്തരത്തിലുള്ള കമന്റുകൾ വരുന്നതെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ട് നോക്കിപ്പോകും. വല്ലവനും അർജുൻ എം പി ഇട്ട കമന്റ് ബോക്സ് നിങ്ങൾ എന്തിനു നോക്കുന്നേ? നിങ്ങൾ എന്തായാലും ഇത് ഈ പരിപാടി മ്ലേച്ഛകരമെന്ന് നിങ്ങൾക്ക് മനസ്സിലായിരുന്നല്ലോ. ഇനി നിങ്ങൾ എന്തിനാ ഈ പരിപാടിക്കുന്നേ? കമന്റ് സഹിക്കാൻ പറ്റത്തില്ല. ഇതിന്റെ ബാക്കിൽ എന്നാ നടന്നെന്ന് ആർക്കും അറിയത്തില്ല. റെഡ് ഫ്ലാഗോ എന്തോ ആയിക്കോട്ടെ, ഓരോരുത്തരുടെ പേജ് റീച്ച് ആക്കാൻ അവര് വെല്ലോവേ ലൈഫ് വെച്ചായി കളിക്കുന്നത്. മോനെ അർജുൻ എം പി പേജ് റീച്ച് ആക്കാനായിട്ട് വെല്ലവരുടെ ലൈഫ് വെച്ച് കളിക്കില്ല കേട്ടോ. ഇതൊരു വൃത്തികെട്ട കളിയായി പോയി. അത് തന്നെ ഞാൻ ആ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ എനിക്ക് കോൺസെപ്റ്റ് ഒരു വൃത്തികെട്ട കോൺസെപ്റ്റ് ആയിട്ട് തോന്നി. 4 പെൺപിള്ളേരെ വിളിച്ചു നിർത്തി ഇവരെ നമ്മളെ സെറ്റാക്കി തരും. നമ്മളെ മറ്റേ 3ാം പരിപാടി ആ സെറ്റപ്പിൽ എനിക്കത് ഫീൽ ചെയ്തു. അത് പിന്നെ അർജുൻ എം പി അത് കുറെ തമാശയൊക്കെ ആക്കിയെങ്കിലും ഒരു കോൺസെപ്റ്റ് അത് നമ്മൾ അംഗീകരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റുകളെ രേഖപ്പെടുത്തുമ്പോൾ ബാക്കിയേക്കാം. ഞാൻ ആ വീഡിയോ മനഃപൂർവ്വം പർപ്പസ്ഫുള്ളി അങ്ങനെ അതിൻ്റെ അകത്ത് നിന്നതാ. അത് ഒരു സോഷ്യൽ എക്സ്പെരിമെന്റോ കാര്യമൊന്നുമല്ല. ഒരുപാട് ട്രോൾ പേജ് ആ വിക്കി തഗ് എന്ന് പറഞ്ഞ പുള്ളിയിലേക്ക് ഞാൻ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും പുള്ളി പറഞ്ഞു, വിക്കി തഗ് ഫസ്റ്റ് ആളോടെ പോയി പറഞ്ഞേ. അല്ലെങ്കിൽ തന്നെ തെറി വലിയ അതിന്റെ തെറിവിളി വലിയ അതിന്റെ സത്യാവസ്ഥ അറിയാത്ത കാണുമ്പോ തന്നെ ബലൂൺ പൊട്ടിക്കും പറഞ്ഞ് എനിക്കൊരു തേങ്ങ മനസ്സിലില്ല. ബാക്കി ഞങ്ങൾ അറിയുന്നില്ലല്ലോ. ഈ വീഡിയോ ഇങ്ങനെ കാണുമ്പോഴത്തേക്കും അതന്നെ നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റുള്ളൂ. സത്യമാണ് ഞാൻ പറഞ്ഞു. ചേട്ടനൊന്നും കുറ്റം പറയാൻ പറ്റത്തില്ല, സത്യം. പക്ഷെ പുള്ളിക്ക് കാര്യം മനസ്സിലായി. ചേട്ടനെ കുറ്റം പറയാൻ പറ്റത്തില്ല എന്ന് പറയുന്നു. പിന്നെ അതായത് കണ്ട് നമുക്കത് കാണുന്നല്ലേ മനസ്സിലാവത്തുള്ളൂ, അതിനെയല്ലേ നമ്മൾ ജഡ്ജ് ചെയ്യുന്ന പറയുമ്പോൾ അതിനെ കുറ്റം പറയാൻ നമുക്ക് പറ്റത്തില്ല. പക്ഷെ എനിക്കതിരെ ട്രോൾ ഇടുന്നവന്മാർ ഇതിന്റെ പിന്നാമ്പുറ കാഴ്ചകൾ അറിയാതാണ്. എനിക്ക് എന്താണ് ഏതെങ്കിലും ഒന്ന് പറയൂ. നിങ്ങൾ അർജുൻ എം പിയുടെ ഒരു വീഡിയോയ്ക്ക് വേണ്ടി ഇന്ന ക്യാരക്ടർ അല്ലെ ഇന്ന പോലെ ഞാൻ നിൽക്കുമെന്ന് പറഞ്ഞ് അവിടെ പോയി അങ്ങനെ ഒരു ആക്ട് കണ്ടക്ട് ചെയ്തതിന് ശേഷം അത് നെഗറ്റീവ് ആകുമ്പോൾ പല ആളുകളും പലതരത്തിൽ പറയും. ബാക്കിയുള്ള പെൺകുട്ടികൾക്കൊന്നും ആ ഹെയ്റ്റ് വരാത്തതിന്റെ കാരണം അവർ താങ്കളെടുത്തൊരു ആറ്റിറ്റ്യൂഡ് എടുക്കാതിരുന്നതാണ്. അപ്പൊ താങ്കൾക്ക് അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് എടുക്കാതിരിക്കായിരുന്നു ഫസ്റ്റ് ഓഫ് ഓൾ. സെക്കൻഡ് ഓഫ് ഓൾ അങ്ങനെ എടുത്തിട്ട് പിന്നെ പറഞ്ഞിട്ടില്ല. എനിക്ക് അർജുൻ എം പി ഇതിനെ ന്യായീകരിച്ചോ എതിർത്തോ ഒന്നും പറഞ്ഞു തന്നിട്ടില്ല. അർജുൻ എം പിയുടെ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഈ പെൺകുട്ടി വന്നിട്ടുണ്ട്. അപ്പൊ ഇവരായിട്ടൊരു അടുപ്പം ഉണ്ടാവണം. പക്ഷെ അർജുൻ എം പി ഹൂ കേസ് ബാക്കി യു കെയർസ്. പുള്ളി വേറെ ആരൊക്കെയോ ഇങ്ങനെ റോസ്റ്റ് ചെയ്യാനായിട്ടൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. അതൊക്കെ ഞാൻ അവരോട് പറഞ്ഞേക്കാം.
എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഓക്കെ ആയിരുന്നു. ഞാനൊരു കാര്യം ഞാൻ പറയുന്നുള്ളൂ, ഈ വീഡിയോ ഒരു സെൻസിലെടുക്കുക, പ്രോപ്പറായിട്ട് അത് എന്റർടൈൻമെന്റ് സെൻസിലെടുക്കാതെ വെറുതെ ഇങ്ങനെ വന്ന് തെറി വിളിക്കാതിരിക്കുക. അപ്പൊ ഇതേ സാധനം തിരിച്ചും പറഞ്ഞൂടെ, ഈ വരുന്ന ട്രോളുകളൊക്കെ ആ ഒരു സെൻസിൽ എടുക്കുവോ, അതൊരു എന്റർടൈൻമെന്റ് പർപ്പസിൽ എടുക്കുവോ, എന്തിനാണ് ഇത് ഉള്ളിലേക്ക് ഇട്ടിക്കുന്നത് എന്ന് തിരിച്ചും പറയാം. അത് നമുക്ക് ഈ സെൻസിലെടുപ്പ് ഒരു സൈഡിൽ നിന്ന് മാത്രമല്ല വരുന്നത്, രണ്ട് സൈഡിൽ നിന്ന് സെൻസിലെടുപ്പ് വരാം. നമ്മൾ ചെയ്തൊരു പ്രവൃത്തിയുടെ അനന്തര ഫലങ്ങളാണ്, അങ്ങനെയല്ലേ പറയുന്നത്, ആ ഫലങ്ങളാണ് നമ്മൾ അനുഭവിക്കുന്നത്. പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. തെറി വിളിച്ചോ നിങ്ങളുടെ മാന്യത, പക്ഷെ അത് ഇറ്റ് അഫക്ട്സ് എ ലോട്ട്, ഒരുപാട് നല്ല രീതിയിൽ വിഷമം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള കുത്സിതങ്ങളിൽ പോയി ഏർപ്പെടാതിരിക്കുക, ഇമാതിരിയുള്ള തൊട്ടിപ്പരിപാടിയിൽ പോയി തലയിടാതിരിക്കുക. ഇപ്പൊ കഴിഞ്ഞതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പറന്നുപോയ കിളിയെ വെടി വെച്ചിട്ടിട്ട് വീട്ടല്ല, തുറന്നു വിട്ട കിളി പറന്നു പോയിട്ട് പിന്നെ പറന്നുപോയ കിളിയെ വെടി വെച്ചിടാൻ നമുക്ക് പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ആ കിളി എതിലെയോ പോട്ടെ. ഇനി ഇത്തരത്തിലുള്ള പരിപാടികളിൽ പോയി നിൽക്കാതിരിക്കുക. ഫസ്റ്റ് അർജുൻ എം പി ആയിട്ടുള്ള കണക്ഷൻ കട്ട് ചെയ്യുക. അപ്പൊ തന്നെ പകുതി സെറ്റപ്പ് ആവും. നിങ്ങളെയാണ് ഒരുമാതിരി വീഡിയോക്ക് എല്ലാം ഉപയോഗിക്കുന്നത്. എനിക്ക് അന്നൊരു ഫുഡ് ചലഞ്ചിലൊക്കെ ഈ പെൺകുട്ടിയെ നല്ലോണം ഉപയോഗിച്ചിട്ടുണ്ട്. മാക്സിമം ഫുഡ് അടിക്കുന്നു പറഞ്ഞിട്ട്. എന്തായാലും കൊള്ളാം, ബാക്കിയേക്കാം. ഈ ട്രോൾ ചെയ്യുന്ന ആൾക്കാർക്കും ട്രോൾ ഉണ്ടാക്കുന്നവർക്കും എല്ലാവർക്കും ഈ വീഡിയോ ഇട്ട എല്ലാവർക്കും അതാണ് വേണ്ടത്. ഡു യു വാണ്ട് മീ ടു ഡൈ? ഇഫ് യു വാണ്ട് ദാറ്റ് ടെൽ മീ, എന്തൊക്കെ പറഞ്ഞാൽ മതി. പറഞ്ഞ ഉടനെ പുള്ളിക്കാരി അതങ്ങ് നിറവേറ്റാൻ റെഡിയാണ്. വധഭീച്ചണി. നമ്മള് ഓൾറെഡി നമുക്കറിയാം നമ്മൾ ചെയ്യുന്ന സാധനം. നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുക, നിങ്ങൾ ചെയ്ത സാധനം ശരിയാണോ? ഈ ഒരു ഡേറ്റിങ് പബ്ലിക് ആക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിട്ട്, അതും എന്ത് വൃത്തികെട്ട കണ്ടന്റ് ആണ്. 4 പെൺകുട്ടികൾ അല്ലെങ്കിൽ 5 പെൺകുട്ടികൾ നിൽക്കുന്നു, ഒരു ചെറുക്കൻ വരുന്നു, അവനോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നു. ആ ചോദ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ബലൂൺ കുത്തി പൊട്ടിക്കുന്നു, പൊട്ടിക്കാത്ത ആളും ഇവനും തമ്മിൽ മാച്ച് ആവുന്നു. മാച്ചായിട്ട് അവർ തമ്മിൽ ഡേറ്റിങ്ങിന് പോകുന്നു. നല്ല പ്രോഗ്രാം, വളരെ മികച്ച പ്രോഗ്രാം. അങ്ങനെ ഒരു പ്രോഗ്രാമിന് പോയ പെൺകുട്ടികളായ നിങ്ങളെ വേണം ആദ്യം അടിക്കാനായിട്ട്. അങ്ങനെ പോകുമ്പോഴത്തേനും പല ആൾക്കാരും പലതരത്തിൽ ജഡ്ജ് ചെയ്യും. ഒരുത്തനെ കണ്ടിട്ട് കൊള്ളാം, അവന്റെ ആ ക്വാളിറ്റി കൊള്ളാം, ഈ ക്വാളിറ്റി കൊള്ളാം, സെറ്റ് എന്ന് ചിന്തിക്കുന്ന ഒരു പെൺകുട്ടിയാണ് നിങ്ങളെന്നുള്ള വാല്യുവേഷനെ വരത്തുള്ളൂ. അതിനകത്ത് തിരിച്ചായിരുന്നെങ്കിൽ ഇവിടെ എന്തൊക്കെ പ്രശ്നം നടത്തിയാനെ. ഒരു 4-5 ആമ്പിള്ളേർ എന്നിട്ട് ഇതുപോലെ വെള്ളം പിടിച്ചു നിൽക്കും, ഒരു പെൺകൊച്ചിനോട് കുറെ ചോദ്യങ്ങൾ ചോദിക്കുന്നത് പെട്ടിച്ചിട്ടാ ഇവള് റിജക്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്തൊക്കെ കോലാഹലം ഉണ്ടായാനെ. നല്ലതാ, ഡൈ ഒന്നും ചെയ്യണ്ട. ഇനിയെങ്കിലും തലച്ചോറുണ്ടെങ്കിൽ ഒന്ന് ഉപയോഗിച്ച് നല്ല രീതിക്ക് പ്രവർത്തിച്ചാൽ മതി. ഏതായാലും നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റുകളായി രേഖപ്പെടുത്തി മറ്റൊരു